എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 14 ഇന്ന് ആരംഭിക്കണം. ഈ അധ്യായത്തില് ആ വിമോഹിതനായ ബ്രഹ്മാവ് ചെയ്ത ആ ശ്രീകൃഷ്ണ സ്തുതി, ഭഗവാനെ ഇങ്ങനെ ഗദ്ഗത കണ്ഠനായിട്ട് സ്തുതിക്കുകയാണ് ബ്രഹ്മാവ്. താൻ ചെയ്ത അപരാധ നിമിത്തമുണ്ടായ ആ ഭയം കൊണ്ട് ദേഹമാസകലം ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, മനസ്സിങ്ങനെ പരിഭ്രമിച്ചിട്ടാണ്. അപ്പൊ ഭഗവാന്റെ മഹിമ തികച്ചും അറിയാൻ കഴിയാതിരുന്ന ആ ബ്രഹ്മാവ് ഇപ്പൊ കണ്ട ആ ശ്രീകൃഷ്ണ സ്വരൂപത്തെ തന്നെ ഭജിക്കാൻ സാധിച്ചാൽ താൻ കൃതാർത്ഥനായി എന്ന് ആ ഭക്തിപൂർവം ആ സ്തുതിയിൽ പ്രകാശിപ്പിക്കുക. അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ബ്രഹ്മാവ് സ്തുതിക്കുന്നത്. ആ ബ്രഹ്മാവിന്റെ ഗർവം തീരെ നശിച്ചു. ആ ഗർവം തീരെ നശിച്ചു എന്ന് പ്രത്യക്ഷമാക്കാൻ ഏറ്റവും ഉപകരിക്കുന്നത് സ്തുതിയാണ്. അതായത് ഗർവിഷ്ഠന്മാര് അന്യനെ സ്തുതിക്കില്ല. അപരാധത്തെ തീർക്കാൻ ഉപകരിക്കുന്നതും സ്തുതി തന്നെയാണ്. എന്റെ തെറ്റുകളെല്ലാം പൊറുക്കണേ, ആ പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ടതും ആ സ്തുതി തന്നെയാണ്. അപ്പോ ഭഗവാനോട് ക്ഷമായാചനം ചെയ്തുകൊണ്ട് ബ്രഹ്മാവും സ്തുതിക്കാൻ തുടങ്ങുകയാണ്. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യാഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദി പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ ചതുർദശോധ്യായ. ശ്രീ ബ്രഹ്മോവാച. നൗമീഡ്യത്തെ അഭ്രവപുഷേ തടിദംബരായ ഗുഞ്ജാവതം സപരിവിഞ്ചലസന്മുഖായ വന്യസ്രജേ കബളവേത്ര വിഷാണവേണു ലക്ഷ്മശ്രിയേ മൃദുപദേ പശുപാങ്കജായ. ബ്രഹ്മാവ് പറയണു, ഹേ സ്തുത്യനായ ഭഗവൻ, ആകാശം പോലെ നീലനിറത്തിലുള്ള മനോഹര സ്വരൂപം സ്വീകരിച്ചും മിന്നലുപോലെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചും കുന്നിക്കുരു കൊണ്ടുണ്ടാക്കിയ ആ കുടക്കെടുക്കൻ കാതുകളിൽ അലങ്കാരമായിട്ട് കെട്ടിത്തൂക്കിയിട്ടും പീലി തലമുടിയിൽ ചൂടിയത് കൊണ്ടും ഏറ്റവും പ്രകാശിക്കുന്ന മുഖത്തോടും കാട്ടിൽ നിന്ന് അറുത്ത മനോഹര പുഷ്പങ്ങൾ കൊണ്ട് കെട്ടിയ മാലയോടും ഇടത്തെ കൈയില് തൈര് കൂട്ടിക്കൊഴിച്ച ചോറുരുളയോടും ഇടത്തെ കക്ഷത്തില് വടിയോടും വയറ്റിൽ കെട്ടിയ വസ്ത്രത്തിനുള്ളിൽ തിരുകിയ കുഴലോടും അതിമൃദുമായി വിന്യസിക്കുന്ന പാദങ്ങളോടും നന്ദഗോപരുടെ പുത്രഭാവത്തോടും കൂടി എന്റെ മുമ്പിൽ കാണപ്പെടുന്ന അങ്ങയുടെ പ്രസാദം എന്നിലുണ്ടാവാനായി ഞാൻ ഇന്ദിരോടിയെ സ്തുതിക്കുന്നു. അതിമനോഹരമായ ഭഗവാന്റെ ആ രൂപം കാതിലിങ്ങനെ കൊടുക്കെടുക്കൻ കുന്നിക്കുരു കൊണ്ടാണ് കൊടുക്കെടുക്കൻ കെട്ടിയിരിക്കുന്നത്. എന്ത് സുന്ദര മുഖാല, എന്ത് മനോഹരമായ വർണ്ണന. അസ്യാവിദേവ വപുഷോ മദനുഗ്രഹസ്യ സ്വേച്ഛാമയസ്യ നതു ഭൂതമയസ്യ കോപി നേശേ മഹിത്വവസിതും മനസാന്തരേണ സാക്ഷാൽ തവൈവ കിമുദാത്മസുഖാനുഭൂതേ. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നാണ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. മഹിമ വർണ്ണിക്കുന്നതിനെയാണ് സ്തുതി എന്ന് പറയുന്നത്. ഭഗവാന്റെ മഹിമ ഇന്ന വിധം എന്നറിഞ്ഞാലല്ലേ സ്തുതിക്കാൻ പറ്റുള്ളൂ. ആ അറിവില്ലാത്ത ഞാൻ അങ്ങയുടെ മഹിമാനുവർണ്ണന സ്വരൂപമായ സ്തുതിയിൽ അശക്തനാണ് എന്നുള്ള ആ അഹങ്കാരം തീരെ നശിച്ച ബ്രഹ്മാവ് പറയണു, അല്ലയോ ദേവ, അങ്ങയുടെ ലീലാവിശേഷത്തെ ആരറിയും? തന്റെ ഭക്തന്മാർക്കുള്ള സകല സന്താപങ്ങളെയും നശിപ്പിച്ച് അവരുടെ അഭീഷ്ടങ്ങൾ എല്ലാം സാധിപ്പിക്കാനായി ഭഗവാൻ തന്നെ ആ സ്വേച്ഛാനുസാരേണ അംഗീകരിക്കപ്പെട്ടതും എന്നിൽ കരുണയോടുകൂടി അതിന്റെ യാഥാർത്ഥ്യത്തെ ധരിപ്പിക്കാനായിട്ട് ഇപ്പോ അല്പം പ്രകാശിപ്പിച്ചതും ഇപ്പോഴും കണ്ണിനു മുമ്പാകെ നിൽക്കുന്നതുമായ ഭഗവാനെ, അവിടുത്തെ ഈ അവതാര സ്വരൂപത്തിന്റെ മഹിമ ബ്രഹ്മാവായിരിക്കുന്ന ഞാൻ കൂടി അറിയാൻ അശക്തനാണ്. അത് ബ്രഹ്മാവായിട്ടിരിക്കുന്ന എനിക്ക് കൂടി അങ്ങയുടെ മഹിമയെ അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ അന്യനായ ഏതൊരുത്തനെ എങ്ങനെയാ അറിയണത്? എന്തുകൊണ്ടാ അവരൊന്നും അറിയണില്ല എന്ന് പറയണത് എന്ന് വെച്ചാൽ, ഈ ഭഗവാനെ അവിടുത്തെ ഈ ശരീരവും കൂടി ധാരണ ശരീരങ്ങളിലുള്ള ആകാശാദി പഞ്ചഭൂതങ്ങൾ കൊണ്ടല്ല, കേവലം ശുദ്ധമായിരിക്കുന്ന സത്വഗുണം കൊണ്ട്
മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ ആലോചിക്കുമ്പോൾ കേവല പരമാനന്ദ അനുഭൂതിയോടുകൂടിയിരിക്കുന്ന അവിടുത്തെ മഹിമ അറിയാൻ ഞാൻ ഒട്ടും ശക്തനല്ല എന്ന് പിന്നെ പ്രത്യേകിച്ച് പറയണം. അങ്ങയുടെ മഹിമയെ അറിയാത്ത ഞാൻ അങ്ങയെ സ്തുതിക്കാൻ അശക്തനാണ്. അതാണ് ബ്രഹ്മാവ് പറയുന്നതിന്റെ സാരം. ജ്ഞാനേ പ്രയാസമുദവാസ്യ നമന്തയേവ ജീവന്തി സന്മുഖരിതാം ഭവദീയ വാർത്താം സ്ഥാനേ സ്ഥിതാ ശ്രുതിഗതാം തനുവാങ് മനോഭി യേ പ്രായശോജിത ജിതോപ്യസി തൈസ്ത്രിലോക്യാം. ഭഗവാന്റെ തത്വത്തെ ആർക്കും അറിയാൻ കഴിയില്ലെങ്കിൽ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് മേൽപ്പെട്ട് കയറാൻ പിന്നെ ആർക്കും കഴിയില്ലല്ലോ. അപ്പൊ മോക്ഷം എങ്ങനെയാ സിദ്ധിക്കുക? അതിനുള്ള മറുപടി പറയുന്നു ഭഗവാനെ. അവിടുത്തെ തത്വം എന്തെന്നറിയാനുള്ള പരിശ്രമം ഒട്ടും ചെയ്യണമെന്നൊന്നുമില്ല. മഹാജനങ്ങള്, സജ്ജനങ്ങള് അങ്ങയുടെ ഭക്തവാത്സല്യാദി ഗുണങ്ങള് എപ്പോഴും ഇങ്ങനെ കീർത്തിച്ചു കൊണ്ടിരിക്കും. അവരുടെ അരികത്ത് ചെന്ന് സുഖമായിട്ടിരുന്ന് ആ കഥ കേൾക്കുക. മനസ്സാ വാച കർമ്മണ ആ കഥകൾ ഇങ്ങനെ ആദരിച്ച് നമസ്കരിക്കുക. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കൊണ്ട് തന്നെ അവരുടെ ജീവിതം സഫലമായി തീരും. ഹേ അജിത, നിന്തിരുവഴിയെ ത്രിലോകത്തിൽ ആർക്കും ജയിക്കാൻ കഴിയില്ലെങ്കിലും ആ മേൽപ്പറഞ്ഞ വിധം കഥാശ്രവണം ചെയ്യുന്ന ഭക്തന്മാര് അങ്ങയെ ജയിക്കുന്നു. കഥാശ്രവണം, പാരായണം, ചിന്തനം, നമസ്കാരം എന്നീ വക പ്രവൃത്തികൾ കൊണ്ട് ചിത്തം ആർദ്രമായി ഭവിക്കുമ്പോൾ ഭഗവാനെ അവിടുന്ന് അവർക്ക് താനേ തന്നെ അവിടുത്തെ സ്വരൂപം പ്രകാശിപ്പിക്കുന്നു. അതിനാൽ അവർക്ക് അങ്ങ് സ്വാധീനനാകുന്നു. അതുകൊണ്ട് ജ്ഞാനത്തിനായുള്ള അധ്വാനം കൂടാതെ തന്നെ ഭക്തിദ്വാര ജ്ഞാനമുണ്ടാവുകയും ഉടനെ മുക്തി സിദ്ധിക്കുകയും ചെയ്യുന്നു. വാക്യാർത്ഥ ജ്ഞാനത്തിനായിട്ട് ക്ലേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട എന്ന് അർത്ഥം. അതൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതല്ലേ? സാധന ചെയ്യുക, തപസ് ചെയ്യുക. അത്രയും വിഷമം പിടിച്ചതാണ് ഈ തപസ് അനുഷ്ഠിക്കുക എന്നുള്ളതൊക്കെ. ശ്രവണം അതുകൾക്ക് ഒട്ടും വിഷമമില്ലല്ലോ. ഭഗവാന്റെ കീർത്തനം ചെയ്യുക, അതെല്ലാം കേൾക്കുക, അതിനെപ്പറ്റി ചിന്തിച്ച് അങ്ങനെ എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിക്കുക. ഇതൊന്നും ഒട്ടും വിഷമമില്ലാത്ത കാര്യമാണ്. ആരംഭം മുതൽക്ക് തന്നെ എളുപ്പവും സുഖഭേദവുമാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ സച്ചിദാനന്ദമായ സ്വരൂപം അറിയാൻ സമർത്ഥനായ ഞാനും അങ്ങയെ നമസ്കരിക്കണം. അതാണ് ബ്രഹ്മാവ് പറയുന്നത്. അങ്ങയുടെ കീർത്തനം ചെയ്ത് അങ്ങയെ സ്തുതിച്ച് അങ്ങയെ നമസ്കരിക്കണം. അപ്പൊ എല്ലാ യോഗങ്ങളെക്കാളും ഭക്തിയോഗം തന്നെയാണ് സുഗമം, എളുപ്പം എന്ന് ബ്രഹ്മാവും ഉറപ്പിച്ചു പറയുന്നു. അതിമനോഹരവും ഗഹനവുമായിട്ടുള്ള ബ്രഹ്മാവിന്റെ സ്തുതി തുടരണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.